കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ട അർബൻ ക്രൂസറാണ്. അർബൻ ക്രൂസർ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രസയുടെ തന്നെ ടൊയോട്ട വെർഷനിൽ ഇറങ്ങിയിരുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 മോഡലാണ്. അത് മാത്രമല്ല വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയുന്ന അർബൻ ക്രൂസറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1462 CCയിൽ വന്നേക്കണം അർബൻ ക്രൂസർ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിലവിൽ ഓട്ടോമാറ്റിക്കാണ്. വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ 2037 ഇനി വരുള്ളൂ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് 2025 ഒക്ടോബർ വരെ ഇൻഷുറൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഫുള്ളി ലോഡറായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ അർബൻ ക്രൂസർ ഈ ഒരു വാഹനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വണ്ടി ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് അതിൻ്റേതായ രീതിയിലുള്ള മാർക്കറ്റിൽ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പോൾ ഭാവിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു അർബൻ ക്രൂസർ. പിന്നെ എടുത്തു പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് അർബൻ ക്രൂസർ 2022 മോഡൽ. പിന്നെ പെട്രോളാണ്. പിന്നെ അർബൻ ക്രൂസറിൻ്റെ പ്രത്യേക അർബൻ ക്രൂസർ ബസ്സൊക്കെയാണ് മാർക്കറ്റിൽ നിലവിൽ ഡിമാൻഡ് നിൽക്കുന്ന വണ്ടികളാണ്. ഇപ്പോൾ നമുക്ക് റീസെയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ കിട്ടുന്ന വണ്ടി കൂടിയാണ് ഈ ഒരു അർബൻ ക്രൂസർ. അപ്പോൾ ഈ അർബൻ ക്രൂസർ ഫുള്ള് കണ്ടു ഇത് ഫുൾ ഓപ്ഷൻ വന്നേക്കണം. എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. സൺറൂഫ് ഇല്ല, ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ടൊയോട്ടയുടെ തന്നെ അലോയ്സ് വന്നിട്ടുണ്ട്. റിയറിൽ നമുക്ക് ഡിഫോഗറും വൈപ്പറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, സീറ്റ്സൊക്കെ തൈ സപ്പോർട്ട് വന്നിരിക്കുന്ന സീറ്റ്സ് അതൊക്കെ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ അർബൻ ക്രൂസർ ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു അർബൻ ക്രൂസറാണ്. അർബൻ ക്രൂസറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വണ്ടി ടൊയോട്ടയുടെ ആ ഒരു മുന്തിയ വാഹനം തന്നെയാണ്. ഇപ്പോൾ ബ്രസയുടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസയുടെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു അർബൻ ക്രൂസർ. അപ്പോൾ അർബൻ ക്രൂസറിന് അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ 2022 മോഡൽ. അപ്പോൾ കാര്യമായിട്ടുള്ള പഴക്കവും കാര്യങ്ങളൊന്നുമില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. നല്ല കലക്കം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കീലെസ് എൻട്രി വരുന്നുണ്ട്. ടൊയോട്ടയുടെ തന്നെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഡിഫോഗേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. അത് നീറ്റായിട്ടിരിക്കുന്ന ഒരു അർബൻ ക്രൂസറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. അല്ല, വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഏത് ഭാഗത്ത് നോക്കിയാലും ആ ഒരു നീറ്റ്നെസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി. ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ വീലാർസിൻ്റെ എയർ കണ്ടീഷനൊക്കെ നോക്കാം. വീലാർസിലേക്ക് വരാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ടൊയോട്ടയുടെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലായാലും ഇവിടെ ബോണറ്റും കാര്യങ്ങളും നോക്കാം. ബോണറ്റും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കിട്ടുന്നത്. വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിലേക്ക് വരാം. ഗ്രില്ല് നോക്കാം. ഗ്രില്ലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാമ്പ് നോക്കാം. ലാമ്പ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനായാലും ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ 2 ഡോറ് നോക്കാം. 2 ഡോറും വൃത്തി തന്നെ ഇരിക്കുന്നു. വിൻഷീൽഡായാലും നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസായാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പെട്രോൾ ഓപ്ഷനാണ്. അതിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കറിങ് കൂടി നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് ഇവിടെ റൂഫും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അല്ല, ഒരു വാഷറാണ്, സോറി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അർബൻ ക്രൂസിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. ഡിഫോഗർ, വൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോറിന് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടെ ബ്ലാക്ക് തീമിനാണ് മൊത്തത്തിൽ പോയേക്കുന്നത്. ബാക്കിയുള്ള കൺട്രോൾസും ഡോറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സീറ്റ്സാണ് അടുത്ത ഹൈലൈറ്റ്. സീറ്റ്സിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കാം. ഇത് എക്സ്ട്രാ ചെയ്തേക്കണതാണ്. വിത്ത് നമുക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാഷ് ബോർഡൊക്കെ നോക്കാം. ഡാഷ് ബോർഡൊക്കെ വൃത്തി തന്നെ ഇരിക്കുന്നു. മിഡിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ
സുസുക്കിയുടെ മാരുതിയുടെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക് ഗിയർ നോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല പക്ക ക്വാളിറ്റിയിലായിരിക്കണം. ഡോർ പാഡ്സും നീറ്റായിട്ടിരിക്കുന്നു. ഫ്ലോറൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. റിയറിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ റൂഫായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വെറും 10,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോകാം. ഇവിടെ സീറ്റ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഞാൻ നേരത്തെ വിട്ടുപോയ സംഭവമുണ്ട്. ഇവിടെ വിത്ത് ലൈറ്റ് ഹെർബൻ ക്രൂസറിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആ ഒരു സംഭവം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. ഈ സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ആണോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടും ഗിയറിൽ ലിഡും കാര്യങ്ങളൊക്കെ മപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അർബൻ ക്രൂസറിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം. ഞാൻ ഓൾറെഡി പറഞ്ഞു പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് എടുത്തേക്കണം. പിന്നെ ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വന്നേക്കണം. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ വളരെ സ്ലോയിലാണ് ക്യാമറ പോകുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് അറിയാൻ പറ്റും. യാതൊരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. വണ്ടി ഫ്രഷ് തന്നെയാണ്. ജസ്റ്റ് 10,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ബാറ്ററി നോക്കാം. ബാറ്ററിയും പവർഫുൾ ബാറ്ററി തന്നെയാണ് വന്നേക്കണം. ഇവിടെ ആപ്രോണും പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കണം ആ ഒരു അർബൻ ക്രൂസറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിഡിലേക്കൊന്ന് വരാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്കിവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് വിശാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണം. സീറ്റ്സൊക്കെ നമുക്ക് ഡൗൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇനി സ്പെയർ വീൽ റൂമിലേക്ക് നോക്കാം. സ്പെയർ വീലൊക്കെ റോഡ് ടച്ച് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സ്പെയർ വീൽ റൂം കാണാൻ പറ്റും. സ്പെയർ വീൽ കാണാൻ പറ്റും. സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്കൊന്ന് എഡ്ജസ്റ്റിലേക്ക് പോകാം. എഡ്ജസ്റ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നിങ്ങൾ കുറച്ച് പൈസയൊക്കെ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങിക്കണം, ടൊയോട്ടയുടെ ബ്രാൻഡ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അർബൻ ക്രൂസർ സ്വന്തമാക്കാം. അർബൻ ക്രൂസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 22 മോഡലാണ് വന്നത്. വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന കലക്കം വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. അപ്പോൾ റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 12,48,000 ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജോ വോയിസോ ഇടാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു അർബൻ ക്രൂസറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.